രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധയുടെ പ്രണയം 81ാമത്തെ എപ്പിസോഡിലേക്ക് രാധാറാണിയുടെ അനുഗ്രഹം കൊണ്ട് കടക്കുകയാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. ഇപ്പം നിങ്ങൾ 81 തൊട്ട് കണ്ടു തുടങ്ങുക. പ്ലേലിസ്റ്റിനകത്ത് ഇതിന് മുമ്പുള്ളത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഇതിനകത്ത് അഷ്ടപതിയുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും 3 മണിക്ക് നാരായണീയം വരും. ഗുരുവായൂരപ്പനും രാധാറാണിയും അനുഗ്രഹിച്ചാൽ ചൊവ്വാഴ്ച രാധയുടെ പ്രണയം 12 മണിക്ക്, വ്യാഴാഴ്ച 12 മണിക്ക് അഷ്ടപതിയുടെ ക്ലാസ്, വെള്ളിയാഴ്ച 3 മണിക്ക് ശ്രീബുദ്ധനെ കുറിച്ചുള്ളത് അത് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൂടാതെ കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഉണ്ട്, നിങ്ങൾ കാണണം. പിന്നെ ഒരിടത്തൊരിടത്തൊരച്ഛൻ ഉണ്ടായിരുന്നു എന്ന വീഡിയോയും നിങ്ങൾ കാണണം. പ്രണയിക്കുന്ന പെൺകുട്ടികൾ നിശ്ചയമായും കണ്ടിരിക്കണം പ്രണയം വിജയിക്കുവാൻ എന്നത്. പിന്നെ നിങ്ങൾ ഹിന്ദുക്കൾ ഏകദൈവ വിശ്വാസത്തിലേക്ക് മടങ്ങി വരണം. അതുകൂടാതെ സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്. ഞാൻ കൊല്ലമാണ്. കൊല്ലം, തിരുവനന്തപുരം, കൊട്ടാരക്കരയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇവിടെ ചേർന്ന് പഠിക്കാം. അതല്ലാത്തവർക്ക് ദൂരെയുള്ളവർക്ക് ഇവിടെ വന്നാൽ ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ യൂട്യൂബിനകത്ത് ഞാൻ 8 വീഡിയോ വരെ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ അസ്ട്രോളജി ഉണ്ട്. അസ്ട്രോളജി എല്ലാ മാസത്തിൽ ജനിച്ചവരുടെ ഫലവും ഉണ്ട്. ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങളും ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ജ്യോതിഷപരമായ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ 96453339 നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് രാധയുടെ പ്രണയം ആരംഭിക്കാം. രാധയുടെ പ്രണയം 81ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കീ. കമോൺ പറഞ്ഞു ജയ്. നമ്മുടെ മാതാവ് രാധാറാണിക്ക് ജയ്. നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന നമ്മുടെ പൊന്ന് രാധാറാണി അമ്മാക്ക് ജയ്. നമ്മളെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മാക്ക് ജയ്. നമുക്ക് രോഗങ്ങൾ വരാതെ നമ്മളെ കാത്തുരക്ഷിക്കുന്ന പൊന്ന് രാധാറാണി അമ്മാക്ക് ജയ്. രാധയുടെ പ്രണയം 81ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ജരാസന്ധനും
കാലയവനൻ എന്ന രാക്ഷസനും 2 ദിക്കുകളിൽ നിന്നും മധുരയെ വളയാൻ പോവുകയാണ്. എത്രയും പെട്ടെന്ന് അവരിവിടെ എത്തിച്ചേരും. അവരിവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ മധുരയെ അവർ ഭസ്മമാക്കും. മധുരയിലെ യുവാക്കളെ മുഴുവൻ അവർ വധിക്കും. മധുരയിലെ സ്ത്രീകളെ അവര് ബലാത്സംഗത്തിന് വിധേയമാക്കി തീർക്കും. അതോടുകൂടി മധുരയിലെ ജനങ്ങള് കൃഷ്ണനെതിരായി തുടങ്ങി. കൃഷ്ണ, നിങ്ങള് കുണ്ഠിനപുരത്ത് പോയി രുക്മിണിയുടെ കല്യാണം മുടക്കിയത് കൊണ്ടാണ്, അതിലൂടെ ജരാസന്ധനെ അപമാനിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് കൃഷ്ണനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ ഒരു രാത്രി ഉദ്ധവനോട് മാത്രം പറഞ്ഞിട്ട് കൃഷ്ണൻ അവിടെ നിന്ന് പോവുകയാണ്. സർവ ആഭരണങ്ങളും ഊരിക്കൊടുത്തു, തൻ്റെ ആയുധങ്ങളും എല്ലാം കൊടുത്തതിന് ശേഷമാണ് കൃഷ്ണൻ അവിടെ നിന്ന് ഓം രാധായേ സ്വാഹ എന്ന മന്ത്രം ജപിച്ചിട്ടാണ് കൃഷ്ണൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. കാരണം ഗോലോകത്തായിരിക്കുന്ന സമയത്തും ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നും ജപിക്കുന്ന മന്ത്രമാണ്. അപ്പോൾ അതുകൊണ്ട് കൃഷ്ണൻ ആ മന്ത്രവും ജപിച്ചുകൊണ്ട് അതാ എങ്ങോട്ടേക്കെന്നില്ലാതെ ഇറങ്ങിപ്പോയി. ഇത്രയുമാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അടുത്ത ദിവസം രാവിലെ ഒരു ഞെട്ടലോടുകൂടിയാണ് മധുര നിവാസികൾ ഉണർന്നത്. കൃഷ്ണൻ മധുര വിട്ടിരിക്കുന്നു. വാർത്ത കാട്ടുതീ പോലെ പരന്നു. കേട്ടവർ അമ്പരന്നു പോയി. അവര് കൂടുതൽ പരിഭ്രാന്തനായി. ജരാസന്ധനും കാലയവനനും വരുമ്പോൾ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കാനുള്ള ഒരേ ഒരാശ്രയം കൃഷ്ണനായിരുന്നു. ആ കൃഷ്ണൻ മധുര വിട്ടുപോയിരിക്കുന്നു. ജനങ്ങൾ അന്താളിച്ചു പോയി. അവർ പരസ്പരം പറയാൻ തുടങ്ങി, നമ്മൾ കൃഷ്ണനെ അപമാനിച്ചു, ഇന്നലെ നമ്മൾ കൃഷ്ണനെ അപമാനിച്ചു, ചെയ്യരുതായിരുന്നു. കൃഷ്ണൻ പൊയ്ക്കഴിഞ്ഞപ്പോഴാണ് കൃഷ്ണന്റെ വില മനസ്സിലാക്കുന്നത്. കൃഷ്ണന് മാത്രമേ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കാൻ കഴിയൂ. ആളുകൾ ആകെ പരിഭ്രാന്തരായി. എല്ലാവരും പറഞ്ഞു, ഈ യാദവ മുഖ്യന്മാരുടെ വാക്ക് കേട്ട്, പ്രത്യേകിച്ചും സത്രാജിത്തിന്റെ വാക്ക് കേട്ടുകൊണ്ട് നമ്മൾ കൃഷ്ണനെ അപമാനിച്ചു. ആ അപമാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് കൃഷ്ണൻ ഇവിടെ നിന്ന് പൊയ്ക്കളഞ്ഞത്. ഇനി എന്തു ചെയ്യും? യുവതികളും മനസ്സുകൊണ്ട് ദുഃഖിച്ചു. നമ്മൾ ഒരിക്കലും അവനോടങ്ങനെ പെരുമാറരുതായിരുന്നു, തെറ്റായിപ്പോയി. എന്നും രാവിലെ പ്രഭാത സ്നാനം കഴിഞ്ഞ് ആരെയും മനം മയക്കുന്ന ഒരു പുഞ്ചിരി നമുക്ക് സമ്മാനിക്കും. അത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. കൃഷ്ണനില്ലെങ്കിൽ പിന്നെ ഈ മധുര ഒന്നും കൊള്ളത്തില്ല. ഈ മധുര ജരാസന്ധൻ വരുന്നതിന് മുമ്പ് നമുക്ക് ആത്മഹത്യ ചെയ്യാം. സത്രാജിത്ത് അസ്വസ്ഥനായി. സത്രാജിത്ത് ബലരാമനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, കൃഷ്ണൻ പോയിരിക്കുന്നു, ഇനി എന്താ ചെയ്യേണ്ടത്? ബലരാമൻ പറഞ്ഞു, ഭീരു, ഇന്നലെ നീയല്ലേ കൃഷ്ണനെ അപമാനിച്ചത്, എന്നിട്ട് ഇപ്പൊ കൃഷ്ണനെ തേടി വന്നിരിക്കുന്നു. പൊയ്ക്കോ എൻ്റെ കൺമുമ്പിൽ നിന്ന്, പോയി നീ വേറെ ആരെങ്കിലും പോയി കാണ്. അപ്പൊ സത്രാജിത്ത് പറഞ്ഞു, പണ്ട് ജരാസന്ധന്റെ കാല് പിടിച്ച് രക്ഷപ്പെടുത്തിയത് ബൃഹദ്ബലനാണ്, ഞാൻ ബൃഹദ്ബലന്റെ അടുക്കലേക്ക് പോവുകയാണ്. സത്രാജിത്തും കൂട്ടരും ബൃഹദ്ബലന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ബൃഹദ്ബല, ഇതാണ് അവസരം. ജരാസന്ധന്റെ വരവിനെ തടഞ്ഞു നിർത്താൻ നിനക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നീ തന്നെയാണ് രാജാവ്. ബൃഹദ്ബലൻ പറഞ്ഞു, എന്നെ കൊലയ്ക്ക് കൊടുക്കാനാ ഭാവം? ഇവിടെ സുഖമായിട്ടിരുന്നതിന് ശേഷം ഒരു വശത്തുനിന്ന് ജരാസന്ധൻ, മറുവശത്തുനിന്ന് കാലയവനൻ, അപ്പോഴാ അങ്ങോട്ട് ബൃഹദ്ബലൻ എന്ന ഞാൻ ചെന്നിട്ട് ആക്രമിക്കല്ലേ എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്? എന്നെ കൊല്ലും, ഞാനില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല, അയ്യോ എനിക്ക് മധുരയിലെ രാജാവു ആകണ്ട. അപ്പൊ സത്രാജിത്ത് പറഞ്ഞു, ഭീരു, ഞാനിപ്പോ ഭീരുവാണ്, എൻ്റെ ജീവൻ കൊടുത്തുള്ള ഒരു കാര്യത്തിന് ഞാനില്ല. നിങ്ങളെല്ലാം കൂടെ പോയി ഗോവിന്ദനെ അഭയം പ്രാപിക്ക്. നിങ്ങൾ ഗോവിന്ദന്റെ ഇത് വെച്ചുകൊണ്ടല്ലേ നിന്നത്, അപ്പൊ ഗോവിന്ദന്റെ അടുത്തേക്ക് നിങ്ങൾ ചെല്ല്. സത്രാജിത്ത് തിരിച്ചു വിഷണ്ണനായി വീട്ടിലെത്തിയപ്പോൾ ഒരു സ്ത്രീ പൊട്ടിത്തെറിച്ചുകൊണ്ട് സത്രാജിത്തിന്റെ മുന്നിലേക്ക് വന്നിട്ട് ചോദിച്ചു, തൃപ്തിയായില്ലേ?
തൃപ്തിയായില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ കൃഷ്ണനെ ആട്ടിപ്പായിക്കുകയായിരുന്നു. നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് കൃഷ്ണന്റെ പേരിൽ ആരോപണങ്ങളെ കെട്ടിച്ചമയ്ക്കുകയായിരുന്നു. ദുഷ്ടത്തരമാണ് നിങ്ങൾ കാണിച്ചത്, ദുഷ്ടത്തരമാണ് കാണിച്ചത്. ഇതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും, ഇതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. ഈശ്വരന്മാരുടെ ശാപം നിങ്ങളുടെ പുറത്ത് ഇടുത്തിയായിട്ട് വീഴും. അതെ അതെ, രാധയുടെ പ്രണയത്തിൽ അസാധാരണമായ ഒരു കഥാപാത്രം രംഗപ്രവേശം ചെയ്യുകയാണ്. അസാധാരണമായ ഒരു കഥാപാത്രം രംഗപ്രവേശം ചെയ്യുകയാണ്. ഒരു പുതിയ കഥാപാത്രം. ആരാണ്? സത്യഭാമ. രാധയുടെ പ്രണയം എന്ന കഥയിലേക്ക് തൻ്റെ വരവറിയിക്കുകയാണ്. സത്യഭാമ പൊട്ടിത്തെറിച്ചു. സത്രാജിത്തിന്റെ മകളാണ്. തൻ്റെ പിതാവിൻ്റെ നേർക്കാണ് സത്യഭാമ പൊട്ടിത്തെറിച്ചത്. പിതാവിനോട് പറഞ്ഞു, അനുഭവിക്കും, നിങ്ങൾ അനുഭവിക്കും. കൃഷ്ണനല്ലാതെ ആർക്കും ഈ പ്രതിസന്ധിയിൽ നിന്ന് മധുരയെ രക്ഷിക്കാൻ കഴിയില്ല. സത്രാജിത്ത് ഒന്നും മിണ്ടിയില്ല, ഒന്നും മിണ്ടാതെ കുനിഞ്ഞിരുന്നു. അടുത്ത ദിവസം സാത്യകിയും വിരാടനുമെല്ലാം ബലരാമനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, ബലരാമൻ ജ്യേഷ്ഠ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബലരാമൻ പറഞ്ഞു, ഭീരു, നീ മഹാഭീരുവാണ്. നീയൊക്കെ കൃഷ്ണനെ അപമാനിക്കാൻ വിട്ടിട്ട് എവിടെ പോയിരുന്നു? അപ്പോൾ പറഞ്ഞു, ശരിയാണ്, ഇന്നലെ പ്രഭാത സ്നാനത്തിന് കൃഷ്ണന്റെ കൂടെ പോകാൻ എനിക്ക് പോലും ഭയമായിരുന്നു. ഞാനൊരു ഭീരുവാണ്. ബലരാമൻ ജ്യേഷ്ഠ, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരൂ. ബലരാമൻ പറഞ്ഞു, ഒരു വഴിയുമില്ല. വഴി ഉണ്ടെങ്കിൽ പോലും നിനക്കൊന്നും പറഞ്ഞു തരത്തില്ല. നിന്നെയൊക്കെ കാലയവനന്റെ വായിലേക്ക് എടുത്തിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. എൻ്റെ അനുജൻ എന്തെങ്കിലും സംഭവിച്ചെന്നറിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട അനുജൻ ഒരു പോറലേറ്റെന്നറിഞ്ഞാൽ, ജരാസന്ധനോ കാലയവനനോ ആയിരിക്കില്ല, ഞാൻ ബലരാമൻ ഈ മധുര ചുട്ടരിക്കും. ക്രൂദ്ധനായ ബലരാമൻ തെരുവിലേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു, മധുര നിവാസികളെ, എൻ്റെ അനുജനെയാണ് നിങ്ങൾ ആക്ഷേപിച്ചു വിട്ടത്. ഓർമ്മയിരിക്കട്ടെ, എൻ്റെ അനുജൻ എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ എൻ്റെ പ്രാണനാണ്. ഞാൻ ബലരാമൻ ഇവിടെ വെച്ച് സത്യം ചെയ്യുന്നു, എൻ്റെ അനുജൻ എന്തെങ്കിലും വന്നാൽ ജരാസന്ധനും കാലയവനും ഈ മധുരയെ നശിപ്പിക്കുന്നതിന് മുമ്പ് ബലരാമൻ ഒറ്റയ്ക്ക് നശിപ്പിക്കും ഈ ബലരാമനെ ഉദ്ധവനും കൂട്ടരും എല്ലാവരും കൂടെ ചേർന്ന് സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചു. ബലരാമൻ അടങ്ങുന്നില്ല, കലി കൊണ്ട് തുള്ളുകയാണ്. എൻ്റെ അനുജൻ എവിടെ പോയെന്ന് എനിക്കറിയണം, അല്ലാതെ ഞാൻ അടങ്ങില്ല. ഒടുവിൽ ദേവകിയും വാസുദേവനും കൂടെ വന്ന് അനുനയിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ ബലരാമനാകെ അസ്വസ്ഥനാണ്. അപ്പോൾ ഈ സമയത്ത് യാദവ മുഖ്യന്മാരുടെ യോഗം വിളിച്ചിട്ട് ഉഗ്രസേന മഹാരാജാവ് പറഞ്ഞു, നമ്മൾ ചെയ്തത് വലിയ തെറ്റാണ്. കൃഷ്ണൻ നമുക്കെന്നും ഗുണമേ ചെയ്തിട്ടുള്ളൂ. ആ ഗുണം ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ കൃഷ്ണനെ അഭിനന്ദിക്കും. ഒരു ചെറിയ കുഴപ്പം വരുന്നു എന്ന് കണ്ടാൽ അപ്പോഴും നിങ്ങൾ കൃഷ്ണനെ നിന്ദിക്കും. കൃഷ്ണൻ പോയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മളെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാൻ ഇനി ആരുമില്ല. അപ്പോൾ എല്ലാവരും ചോദിച്ചു, കൃഷ്ണൻ എങ്ങോട്ടേക്കാണ് പോയത്? നമുക്ക് കൃഷ്ണനെ വേണം. ഇപ്പം മധുരയിലെ ജനങ്ങൾ തിരിച്ചു ചിന്തിക്കാൻ തുടങ്ങി. കൃഷ്ണൻ ദൈവമാണ്. പണ്ട് ജരാസന്ധന്റെ ആക്രമണത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചതാണ്, ഗാലവനെ വധിച്ചതാണ്, കംസനെ വധിച്ചതാണ്. നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി. അപ്പോൾ ഒരാൾ ചോദിച്ചു, കദ്രു ചോദിച്ചു, അവസാനമായിട്ട് കൃഷ്ണനെ കണ്ടതാരാണ്? ഇതിനകത്ത് അവസാനമായിട്ട് കൃഷ്ണനെ കണ്ടതാരാണ്? അപ്പോൾ പറഞ്ഞു, ഉദ്ധവനാണ്. ഉദ്ധവ, നിന്നോട് എന്താണ് പറഞ്ഞത്? ഉദ്ധവൻ പറഞ്ഞു, എന്നോട് പറഞ്ഞത് ഇത്ര മാത്രം, ഉദ്ധവ, നീ എനിക്ക് വേണ്ടി എന്നും രാവിലെ എൻ്റെ മാതാപിതാക്കളുടെ പാദം തൊട്ട് നമസ്കരിക്കണം.
എൻ്റെ ബലരാമൻ ജ്യേഷ്ഠനോട് പറയണം, ഞാൻ എവിടെയാണെങ്കിലും ബലരാമൻ ജ്യേഷ്ഠൻ എൻ്റെ കൂടെയുണ്ട്. ഞാൻ ബലരാമൻ ജ്യേഷ്ഠൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ബലരാമൻ ജ്യേഷ്ഠൻ എൻ്റെ പ്രാണനാണെന്ന് പറയണം. ബലരാമൻ ഇത് കേട്ടപ്പോൾ ബലരാമൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ബലരാമൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അതോടൊപ്പം കോപവും വന്നു. ദേവകി ബലരാമൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. എന്നിട്ട് എന്തു പറഞ്ഞു? എന്നിട്ട് കൃഷ്ണൻ തൻ്റെ എല്ലാ ആഭരണങ്ങളും അഴിച്ചെനിക്ക് തന്നു, ആയുധങ്ങളും എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. തന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ മധുര വിടുകയാണ്. ഉദ്ധവ, ഞാൻ എങ്ങോട്ട് പോകുന്നു എന്ന് നീ ചോദിക്കരുത്. അപ്പോൾ എല്ലാവർക്കും ആശയക്കുഴപ്പമായി. ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, അത്ര മാത്രമേ പറഞ്ഞുള്ളൂ, അതിനപ്പുറം ഒന്നും പറഞ്ഞില്ല. കൃഷ്ണൻ ഓം രാധായേ സ്വാഹ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നുപോയി. ബലരാമൻ പറഞ്ഞു, രാധായേ സ്വാഹ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നുപോയോ? അതെന്തുകൊണ്ടാണ് അവൻ ഓം രാധായേ സ്വാഹ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നുപോയത്? ആ സമയത്ത് ഒരു തത്തയുടെ ചിറകടി വെച്ച കേട്ടു. ആ തത്ത പറന്നു വന്ന് ബലരാമൻ ജ്യേഷ്ഠന്റെ തോളത്തിരുന്നു. ബലരാമൻ ജ്യേഷ്ഠൻ എല്ലാവരോടുമായി പറഞ്ഞു, ഇത് രാധയുടെ തത്തയാണ്. ബലരാമൻ ജ്യേഷ്ഠൻ നോക്കിയപ്പോൾ അതിൻ്റെ കാലിൽ ഒരു സന്ദേശം കെട്ടിയിട്ടിരിക്കുന്നു. ബലരാമൻ ജ്യേഷ്ഠൻ ആ സന്ദേശം എടുത്തപ്പോൾ എഴുതിയിരിക്കുന്നു, ബലരാമൻ ജ്യേഷ്ഠ, കൃഷ്ണൻ പോയിരിക്കുകയാണ്. ബലരാമൻ ജ്യേഷ്ഠൻ എത്രയും പെട്ടെന്ന് ചെല്ലണം. കൃഷ്ണൻ കാലയവനന്റെ അടുക്കലേക്കാണ് പോയിരിക്കുന്നതെന്ന് ബർസാനയിലെ ചാരന്മാർ വിവരം തന്നിരിക്കുന്നു. ഞാൻ നമ്മളെ മിടുക്കരായ ഗോപന്മാരെ മധുരയിൽ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു കൃഷ്ണന്റെ ഓരോ ചലനവും നിരീക്ഷിക്കാനായിട്ട്. കൃഷ്ണൻ ഇറങ്ങിയപ്പോൾ അവർ കൃഷ്ണന്റെ പുറകിന് പോയി. കൃഷ്ണൻ ഇതാ ചതുപ്പ് നിലങ്ങൾ ലക്ഷ്യമാക്കി പോവുകയാണ്. കാലയവനന്റെ അടുക്കലേക്കാണ് പോകുന്നത്. ഒറ്റയ്ക്ക് കാലയവനന്റെ അടുക്കലേക്ക് ചെന്നാലുള്ള സ്ഥിതി ബലരാമൻ ജ്യേഷ്ഠ എനിക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. എത്രയും പെട്ടെന്ന് രക്ഷിക്കണം. അപ്പോൾ പറഞ്ഞു, നിങ്ങളെ കണ്ടോ ബർസാനയിലിരിക്കുന്ന ഈ രാധയുടെ സ്നേഹത്തിന്റെ 1000-1 ഈ മധുര നിവാസികൾക്കുണ്ടോ? നന്ദി കെട്ടവരെ. കൃഷ്ണൻ വൃന്ദാവനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരിക്കലും അങ്ങോട്ട് പോയിട്ടില്ല. രാധയെ മറന്ന മട്ടിലാണ് അവൻ നടക്കുന്നത്. എന്നിട്ടും രാധ കൃഷ്ണന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ബർസാനയിൽ നിന്ന് ചാരന്മാരെ ഏർപ്പെടുത്തി. കൃഷ്ണനെ നിരീക്ഷിക്കാനായിട്ട് കൃഷ്ണന്റെ ഓരോ ചലനവും അവർ നിരീക്ഷിച്ചിരിക്കുന്നു. ഉദ്ധവ, വരൂ, എൻ്റെ കൂടെ വരൂ, എനിക്കിനി ഒന്നും നോക്കേണ്ട കാര്യമില്ല, ഞാനിതാ എൻ്റെ കൃഷ്ണനെ തേടി പോവുകയാണ്. അപ്പൊ സാത്വികി പറഞ്ഞു, ഞാനും വരുന്നു എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവർ പറഞ്ഞു, പോയി കൊണ്ടുവരൂ, നമുക്ക് കൃഷ്ണനെ വേണം, മരിക്കുന്നെങ്കിൽ നമുക്ക് പൊരുതി മരിക്കാം, ജരാസന്ധനുമായി നമുക്ക് പൊരുതി മരിക്കാം, പോയി കൃഷ്ണനെ കൊണ്ടുവാ. ഉഗ്രസേന മഹാരാജാവ് കരച്ചിലിന്റെ വക്കിലെത്തി. ബലരാമൻ പറഞ്ഞു, എല്ലാവരും മാറൂ, എനിക്കിപ്പം മധുരയെ രക്ഷിക്കണമെന്നൊന്നുമില്ല. എനിക്കുള്ള ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, എൻ്റെ അനുജൻ കൃഷ്ണൻ, അവനെ എനിക്ക് കൊണ്ടുവരണം. ഉദ്ധവ, വരൂ, സാത്യകി, വരൂ, നമുക്ക് കൃഷ്ണനെ തേടി പോകാം. ബലരാമനും ഉദ്ധവനും സാത്യകിയും കൂടി കൃഷ്ണനെ തേടി പോവുകയാണ്. രാധാറാണി പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ പോവുകയാണ്. ദിവസങ്ങൾ ഓരോന്നായി കഴിഞ്ഞുകൂടുകയാണ്. ബലരാമനെ കുറിച്ച് വിവരമില്ല. ഇപ്പോൾ എല്ലാവരും അസ്വസ്ഥരായി. ഇനി എന്തു ചെയ്യും? കൃഷ്ണനുമില്ല, ബലരാമനുമില്ല. ഈ സമയത്ത് ജരാസന്ധൻ വന്നാൽ എല്ലാവരും സത്രാജിത്തിനെതിരായി, സകലരും സത്രാജിത്തിനെതിരായി. ഈ സത്രാജിത്താണ് ഇതെല്ലാം വരുത്തി വെച്ചത്. ഈ സമയത്ത് സത്രാജിത്തിന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, സത്യഭാമ, തൃപ്തിയായോ എൻ്റെ പിതാശ്രീക്ക് തൃപ്തിയായോ? ഇവിടെ ഇപ്പോൾ കൃഷ്ണനില്ല, ബലരാമനില്ല. ജരാസന്ധൻ വന്ന്, പിതാശ്രീ, നിങ്ങളുടെ മുമ്പിൽ വെച്ച് എന്നെ പിച്ച് ചീന്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? പിച്ച് ചീന്തണം. കൃഷ്ണനെ നിന്ദിച്ചതിന്റെ ഫലം പിതാശ്രീ നിങ്ങൾ അനുഭവിക്കും. നിങ്ങളുടെ മുമ്പിലിട്ട് അവന്മാരെന്നെ പിച്ച് ചീന്തുന്നത് നിങ്ങൾക്ക് കാണേണ്ടി വരും. അത്രയും പറഞ്ഞിട്ട് സത്യഭാമ പൊട്ടിക്കരഞ്ഞു. സത്യഭാമയുടെ കരച്ചിൽ കണ്ടപ്പോൾ സത്രാജിത്തിന് ഒന്ന് മനസ്സിലായി, ഇവൾ കൃഷ്ണനെ സ്നേഹിക്കുന്നു.
ഇവൾ കൃഷ്ണനെ സ്നേഹിക്കുന്നു. എൻ്റെ കടുത്ത ശത്രുവാണ് കൃഷ്ണൻ. എൻ്റെ കടുത്ത ശത്രുവായ കൃഷ്ണനെ എൻ്റെ മകള് പ്രണയിക്കുന്നു. സത്രാജിത്ത് ആകപ്പാടെ അസ്വസ്ഥനായി. പക്ഷേ അവൾ പറഞ്ഞതിൽ കാര്യമുണ്ട്. ജരാസന്ധൻ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ മുന്നിലിട്ട്, സൗന്ദര്യ റാണിയാണ് എൻ്റെ മകള്, സൗന്ദര്യമുള്ള ഒന്നിനെയും ജരാസന്ധനും കാലയവനും വിടില്ല. എൻ്റെ മുമ്പിലിട്ട് അവരെൻ്റെ മകളെ പിച്ചു ചീന്താം. ആകെ സത്രാജിത്തും അസ്വസ്ഥനായി. എത്രയും പെട്ടെന്ന് കൃഷ്ണൻ വന്നിരുന്നെങ്കിൽ ഗ്രാമനിവാസികളെല്ലാവരും, മധുരാനിവാസികളെല്ലാവരും കൃഷ്ണന്റെ വില മനസ്സിലാക്കുകയായിരുന്നു. അവർ പറഞ്ഞു, ഇനി ഒരിക്കലും നമ്മൾ കൃഷ്ണനെ അവിശ്വസിക്കില്ല. ബലരാമൻ ജ്യേഷ്ഠനും ഇവിടെ ഇല്ല. നമ്മൾ ഇനി എന്തു ചെയ്യും? നാലാം ദിവസം പാഞ്ചജന്യത്തിന്റെ ശബ്ദം കേട്ടു. ഉദ്ധവൻ അത് കൂടെ കൊണ്ടുപോയിരുന്നു. പാഞ്ചജന്യം മുഴങ്ങുന്നത് കേട്ടപ്പോൾ ജനങ്ങൾ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി. കൃഷ്ണൻ വരുന്നു. അവർ ജരാസന്ധനെ മറന്നു, കാലയവനെ മറന്നു. കൃഷ്ണൻ വന്നപ്പോൾ എല്ലാവരും തുള്ളിച്ചാടിക്കൊണ്ട് പറഞ്ഞു, ജയ ജയ വാസുദേവ, ജയ ജയ വാസുദേവ, ജയ ജയ വാസുദേവ. കൃഷ്ണനൊന്നും മിണ്ടിയില്ല. അങ്ങോട്ട് പോയ കൃഷ്ണനല്ല, വളരെ ഗൗരവത്തോടുകൂടി കൃഷ്ണൻ ഓരോ ചുവടും മുന്നോട്ട് വെച്ചു. ഇപ്പോൾ കൃഷ്ണന് മഞ്ഞ പീതാംബരമില്ല, തലമുടിയിൽ മയിൽപ്പീലിയില്ല, ഒന്നുമില്ല, വനമാലയില്ല. കൃഷ്ണൻ നടന്നു വന്നു. അപ്പോൾ ദേവകി വന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, മോനെ, ഞങ്ങളെ ഇട്ടിട്ട് നീ എങ്ങോട്ടേക്കാണ് പോയത്? ബലരാമൻ പറഞ്ഞു, എല്ലാവരും കേട്ടോളൂ, നന്ദി കെട്ട മധുരാനിവാസികളെ, നിങ്ങളെല്ലാവരും കേട്ടോളൂ. നിന്റെയൊക്കെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തനിച്ച് കാലയവനന്റെ അടുക്കലേക്ക് സ്വയം ബലി കൊടുക്കാൻ പോയതാണ് എൻ്റെ കൃഷ്ണൻ. അവൻ കാണിച്ച സ്നേഹത്തിന്റെ പകുതിയെങ്കിലും നിങ്ങൾക്കുണ്ടോ? പകുതിയെങ്കിലും ഉണ്ടോ? നിങ്ങൾ നന്ദി കെട്ടവരാണ്. ജനങ്ങൾ ഒന്നിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങളോട് ക്ഷമിക്കണേ, ഞങ്ങൾക്ക് കൃഷ്ണനല്ലാതെ ഇനി ഒരു രക്ഷയില്ല. കൃഷ്ണൻ പറഞ്ഞു, അങ്ങനെയല്ല, കൃഷ്ണനല്ല നിങ്ങളെ രക്ഷിക്കുന്നത്, ധർമ്മം. യഥോ ധർമ്മസ്ഥതോ ജയ. ധർമ്മം എവിടെയുണ്ടോ അവിടെ വിജയവുമുണ്ട്. നിങ്ങൾ ധർമ്മത്തിലാണ് അവിശ്വാസം രേഖപ്പെടുത്തിയത്, കൃഷ്ണനിലല്ല. അടുത്ത ദിവസം യാദവ മുഖ്യന്മാരെല്ലാം ഒന്നിച്ചുകൂടി. ഉഗ്രസേനൻ പ്രത്യേകമായി വിളിച്ചുകൂട്ടിയ രാജസഭയാണ്. ആ സഭയിലേക്ക് കൃഷ്ണൻ വന്നിറങ്ങി. ഇപ്പോൾ കൃഷ്ണൻ ഇന്നലെ കണ്ട കൃഷ്ണനല്ല. പീതാംബരം ഉടുത്തിട്ടുണ്ട്, വനമാല ഇട്ടിട്ടുണ്ട്, മയിൽപ്പീലി ചൂടിയിട്ടുണ്ട്, ആരെയും മനം മയക്കുന്ന പുഞ്ചിരിയുമുണ്ട് ചുണ്ടില്. അതെ, ഈ വേഷത്തില് കൃഷ്ണന് ശക്തി വളരെ കൂടുതലാണ്. ഈ ഒരു വേഷത്തിൽ കൃഷ്ണന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പൊ എല്ലാവരും ഒന്നിച്ചു നിരന്നിട്ട് ചോദിച്ചു, ഇനി എന്താണൊരു മാർഗം? കൃഷ്ണൻ പറഞ്ഞു, ഞാൻ 2 മാർഗങ്ങൾ പറഞ്ഞു തരാം. 2 മാർഗങ്ങൾ. ഇതിനകത്ത് ഇഷ്ടമുള്ള മാർഗം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങൾ ഏത് തിരഞ്ഞെടുത്താലും നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കാലയവനൻ ഇവിടെ എത്താൻ 1 മാസം എടുക്കും. ജരാസന്ധനേക്കാൾ മുൻപ് ഇവിടെ എത്തുന്നത് കാലയവനാണ്. നമ്മുടെ മുമ്പിൽ 1 മാസമുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് പലായനം ചെയ്യണം. ഇത് പേടിച്ചോടുകയല്ല. പണ്ട് കംസൻ ഭരണമേറ്റപ്പോൾ യാദവന്മാർ പലായനം ചെയ്തതുപോലെയല്ല. ഇത് ഒരു പുതിയ ജീവിതം നയിക്കാൻ, ആരെയും ഭയക്കാതെ സ്വതന്ത്രമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് കൃഷ്ണൻ എല്ലാവരെയും നോക്കിയിട്ട് പറഞ്ഞു, നമുക്കിവിടെ നിന്ന് പുറപ്പെടണം. നിങ്ങൾ എല്ലാ സാധനങ്ങളും കൈക്കലാക്കണം. പക്ഷി മൃഗാദികളെ എല്ലാം, പശു, ആന, സകലതിനെയും കൈക്കലാക്കുക. നിങ്ങൾക്ക് കൊണ്ടുവരാവുന്ന എല്ലാം എടുക്കുക. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാം ഇവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഉഗ്രസേനൻ ചോദിച്ചു, എങ്ങോട്ട് പോകുന്നു? സത്രാജിത്ത് ചോദിച്ചു, നമ്മളെ ആര് സ്വീകരിക്കും? സാത്യകി പറഞ്ഞു, പറയൂ പ്രഭോ, നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? നമ്മളെ സ്വീകരിക്കാൻ ഒരു രാജാവും തയ്യാറാകില്ല. കാരണം ജരാസന്ധനെ ഭയന്നിരിക്കുകയാണ്. കൃഷ്ണൻ പറഞ്ഞു, നമ്മളെ സ്വീകരിക്കാൻ ഒരു രാജാവ് തയ്യാറാകും.
അപ്പൊ ചോദിച്ചു അതാരാണ്? അത് മറ്റാരുമല്ല, കുശസ്ഥലിയിലെ രേവതൻ രാജാവ്, കുകുത്നി എന്നറിയപ്പെടുന്ന രേവതൻ രാജാവ്, രേവതിയുടെ പിതാവ്. നോക്കൂ, ബലരാമൻ ജ്യേഷ്ഠൻ കുശസ്ഥലിയിൽ പോയി ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തത് പിടിച്ചടക്കി. രേവതന്റെ മകളായ രേവതിയെ ബലരാമൻ ജ്യേഷ്ഠന് വിവാഹം കഴിച്ചു കൊടുക്കാൻ അവർ തീരുമാനിച്ചു. ആ രാജ്യവും കൊടുക്കാൻ അവർ തീരുമാനിച്ചു. ആ കുശസ്ഥലിയിലേക്ക് നമുക്ക് പോകാം. കുശസ്ഥലി പുതുക്കി പണിയാൻ ഞങ്ങൾ ഇവിടുന്ന് നേരത്തെ ആളുകളെ അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി കൃഷ്ണന്റെ ദീർഘവീക്ഷണത്തിൽ. കൃഷ്ണൻ ഇതെല്ലാം പ്രതീക്ഷിച്ചിരുന്നു. നേരത്തെ എല്ലാം കൃഷ്ണൻ റെഡിയാക്കി വെച്ചിരുന്നു. കൃഷ്ണനെ അവിശ്വസിച്ചതിൽ എല്ലാവർക്കും ലജ്ജ തോന്നി. അപ്പോൾ സാത്യകി ചോദിച്ചു, ഇത് ഒരുപാട് ദൂരത്തല്ലേ കുശസ്ഥലി? അപ്പോൾ കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മരണത്തോളം ദൂരമില്ലല്ലോ, യമലോകത്തോളം ദൂരമില്ലല്ലോ സാത്യകി. നമുക്കിപ്പോൾ പുറപ്പെട്ടാൽ കാലയവനൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് കുശസ്ഥലിയിൽ എത്തപ്പെടാം. നമുക്കെല്ലാവർക്കും പോകാം. ഇനി രണ്ടാമത്തെ മാർഗം, ഇവിടം മധുര വിടാൻ ആർക്കും താല്പര്യമില്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലാവരും ആത്മഹത്യ, സ്ത്രീകൾ ആത്മാഹൂതി ചെയ്യാനുള്ള കുണ്ഠമൊരുക്കട്ടെ. എന്നിട്ട് ജരാസന്ധനും കാലയവനും വരുമ്പോൾ നമുക്ക് ശക്തിയുക്തം പോരാടാം. നമ്മൾ മരിച്ചു വീഴുമ്പോൾ അവരവരുടെ കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യട്ടെ. ഇതിൽ ഏതു വേണമെങ്കിലും കൃഷ്ണൻ തയ്യാർ. ഇനി അഭിപ്രായം ഞാൻ മധുര നിവാസികൾക്കും യാദവ മുഖ്യന്മാർക്കും വിട്ടുതന്നിരിക്കുന്നു. യാദവ മുഖ്യന്മാർ പറഞ്ഞു, നമുക്ക് ജീവിക്കണം കൃഷ്ണ, നീ പറയുന്ന കുശസ്ഥലിയിലേക്ക് നമുക്ക് പോകാം, അത് തന്നെയാണ് വേണ്ടത്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, കുശസ്ഥലി നമ്മളെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. നമുക്കും കൂടെ വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഞങ്ങൾ നേരത്തെ ആളിനെ വിട്ട് പണിയിച്ചിട്ടുണ്ട്. ഈ കുശസ്ഥലി ഇനി മുതൽ ദ്വാരക എന്നറിയപ്പെടും. നമ്മൾ പോകുന്നത് ദ്വാരകയിലേക്കാണ്. കുശസ്ഥലി ഇനി മുതൽ ദ്വാരക എന്ന പേരിൽ അറിയപ്പെടും. സൗരാഷ്ട്രത്തിലെ സമുദ്ര തീരത്ത് സ്ഥിതി ചെയ്യുന്നതാണ് കുശസ്ഥലി. അവിടേക്ക് ആർക്കും എത്തപ്പെടാൻ പറ്റില്ല. കാരണം അവിടെ 3 വശവും സമുദ്രമാണ്. ഒറ്റ വശം മാത്രമേ ഉള്ളൂ കര. അവിടേക്ക് ഒരു കാരണവശാലും ശത്രുവിന് എത്തപ്പെടാൻ പറ്റില്ല. ഏത് ശത്രു വന്നാലും അവരെ നമുക്ക് നിഷ്പ്രയാസം വധിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു ഉണർവുണ്ടായി. എല്ലാവരും പറഞ്ഞു, നമുക്ക് പോകാം. അങ്ങനെ കൂട്ടപ്പലായനം. മധുര ശൂന്യമാവുകയാണ്. ഏറ്റവും മുമ്പിലായിട്ട് ബലരാമൻ, ഉദ്ധവൻ. ഏറ്റവും മുമ്പിൽ ബലരാമൻ, ഉദ്ധവൻ അവരുടെ എല്ലാവരെയും സംരക്ഷിച്ചുകൊണ്ട് മുമ്പിൽ നിന്ന് ഏത് അപകടം വന്നാലും ചെറുക്കാനും ബലരാമനും ഉദ്ധവനും അശ്വാരൂഢരായ അഭ്യാസം നേടിയ ആയുധധാരികളും. അവരുടെ പുറവിന് മറ്റൊരു രഥത്തില് വാസുദേവനുണ്ട്, ദേവകിയുണ്ട്, ഉഗ്രസേനനുണ്ട്, അക്രൂരനുണ്ട്. അവരുടെ പിറകിലായിട്ട് ഓരോരുത്തരും കുതിരപ്പുറത്തും കാളവണ്ടിയിലുമൊക്കെ ആയിട്ട് അവരുടെ കുടുംബങ്ങൾ, പശുക്കളുണ്ട്, ആനകളുണ്ട്, എല്ലാവരുമുണ്ട്. ഏറ്റവും പുറവിനായിട്ട് ഇവരെ സംരക്ഷിക്കാൻ സാത്യകിയുണ്ട്, വിരാടനുണ്ട്, ഒരു പറ്റം അശ്വാരൂഢരായിട്ടുള്ള എല്ലാവിധ അഭ്യാസവും നേടിയ പടയാളികളുണ്ട്. അവരുടെ പുറവിനായിട്ടാണ് കൃഷ്ണൻ ആദ്യമേ പറഞ്ഞു, ഞാൻ ഏറ്റവും പിന്നിലായിരിക്കും. അവസാനത്തെ യാദവനും മധുര വിടുന്നത് വരെ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും. ഞാനാണ് പറയുന്നത്. അവസാനത്തെ യാദവനും മധുര വിടുന്നത് വരെ ഞാൻ ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഏറ്റവും മുമ്പിൽ വരുന്ന ശത്രുക്കളെ ബലരാമൻ ജ്യേഷ്ഠൻ ഇല്ലാതാക്കും. ഏറ്റവും പുറവിന് വരുന്നവരെ സാത്യകിയും ഞങ്ങളും എതിരിടും. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, ഞാൻ പിടഞ്ഞു വീണ് മരിച്ചതിന് ശേഷം മാത്രമേ ഒരു യാദവന് പോറലെങ്കിലും ഏക്കൂ. ഒരു യാദവന് പോറലെങ്കിലും ഏറ്റിട്ട് ജീവിച്ചിരിക്കാൻ കൃഷ്ണൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആ യാത്രാസംഘം ഇങ്ങനെ പുറപ്പെടുകയാണ്. അതേ, കൂട്ടപ്പലായനം ആരംഭിച്ചു. വഴിക്ക് വെച്ച് അഗ്രവനം എന്ന് പറയുന്ന ചെറിയ രാജ്യത്തെ രാജാവ് ചാരുദേക്ഷണൻ, ആ ചാരുദേക്ഷണൻ
ലക്ഷ്മണൻ പറഞ്ഞു, ഞാനും വരുന്നു, ഇല്ലെങ്കിൽ കാലയവനൻ എന്തു ചെയ്യും, ഞങ്ങളുടെ രാജ്യത്തെ ചുട്ടരിച്ചു കളയുമെന്ന് പറഞ്ഞു. അങ്ങനെ ചാരുദേഷണനും ഇവരുടെ കൂടെ ചേർന്നു. വഴിക്ക് വെച്ച് ചില ആളുകൾ അസുഖം വന്ന് മരിച്ചു, ചില മൃഗങ്ങൾ മരിച്ചുപോയി. എന്നിട്ടും അവർ മുന്നോട്ട് പോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണങ്ങളൊക്കെ വെച്ച് കഴിക്കും. അങ്ങനെ അവർ മുന്നോട്ട് പോയി 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 അവര് ഒരു നദിയുടെ തീരത്തെത്തി. ലവണിക എന്ന് പറയുന്ന നദിയുടെ തീരത്തെത്തി. ആ ലവണിക നദി കടന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു. അപ്പോ കുറേശ്ശെ ആൾക്കാർ ലവണിക നദി കടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു പ്രശ്നം വന്നു. സാധാരണഗതിയിൽ വെള്ളം കുറവുള്ള ഒരു നദിയാണ് ലവണിക നദി. പക്ഷെ ആ സമയത്ത് കാലം തെറ്റി വന്ന കാലവർഷം ആ നദിയിൽ വെള്ളം നിറച്ചു. അപ്പൊ എല്ലാവർക്കും അക്കരെ കടക്കാൻ പറ്റിയില്ല. കുറച്ചു പേരങ്ങ് ഇക്കരെയാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ചും ചാരുദേക്ഷണന്റെ കൂടെ വന്ന പ്രജകള്, യാദവന്മാരെല്ലാം അപ്പുറം കടന്നു കഴിഞ്ഞു. അപ്പോ സത്രാജിത്തും കൂട്ടരുമൊക്കെ ആ ലാവണിക നദിയുടെ തീരത്തിങ്ങനെ വിശ്രമിക്കുകയാണ്. അങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരം അർദ്ധരാത്രിയായി. അപ്പൊ ലവണിക നദിയുടെ തീരത്തിരുന്നുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു, സാത്യകി 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 പെട്ടെന്ന് ഞെട്ടിപ്പടഞ്ഞെഴുന്നേറ്റു. എന്താണ് സാത്യകി? ഞാൻ ദാ ഇവിടം വിടാൻ പോവുകയാണ്. സാത്യകി ചോദിച്ചു, പ്രഭോ അങ്ങ് എന്താണ് ഈ പറയുന്നത്? അങ്ങ് ഇവിടുന്ന് വിടാൻ പോകുന്നുവെന്നോ? അതേ സാത്യകി, ദേ നീ ആകാശത്തേക്ക് നോക്ക്. ഞാൻ ഇന്നലെ തൊട്ടേ ശ്രദ്ധിക്കുന്നുണ്ട്. സന്ധ്യയ്ക്ക് തീപ്പന്തം ആകാശത്ത് തീ പാറുന്നത് കണ്ടില്ലേ? തീയുടെ അഗ്നി കൂട്ടുന്നതിൻ്റെ വെളിച്ചം നീ കണ്ടില്ലേ? കാലയവനനും കൂട്ടരും വരികയാണ്. കാലയവനനും കൂട്ടരും നമ്മൾ സഞ്ചരിക്കുന്ന അതേ ദിശയിലേക്കാണ് വരുന്നത്. അവരും ലവണിക നദിയുടെ തീരത്തേക്കാണ് വരുന്നത്. ഞാൻ ഒരു 2-3 ദിവസത്തേക്ക് അവരിങ്ങോട്ട് വരാതെ എനിക്ക് തടഞ്ഞു നിർത്തിയേ പറ്റൂ. അപ്പൊ സാത്യകി പറഞ്ഞു, പ്രഭോ നമ്മുടെ യാദവന്മാരെല്ലാം അപ്പുറമായി. ഇനി ഈ ചാരുദേക്ഷണന്റെ ആൾക്കാരല്ലേ ഉള്ളൂ, നമുക്ക് നീന്തി കടക്കാൻ നോക്കാം. അപ്പൊ പറഞ്ഞു, ചാരുദേക്ഷണന്റെ ആൾക്കാർക്ക് ഇത് നീന്താനുള്ള വശമില്ല സാത്യകി. അല്ലെങ്കിലും നമ്മളെ വിശ്വസിച്ചു കൂടെ വന്നവരാണ്, അവരെ നമ്മൾ കൊലയ്ക്ക് കൊടുക്കരുത് എന്ന് മാത്രവുമല്ല, 1-2 ദിവസത്തിനുള്ളിൽ കാലയവനൻ ഇവിടെ എത്തിയാൽ നമ്മുടെ സംഘം നദി കടന്നു പോകുന്നത് ഒരുപക്ഷെ കാണാൻ സാധിക്കും. അവൻ ദുഷ്ടനാണ്, അവൻ അടങ്ങിയിരിക്കില്ല, ഒരു കാരണവശാലും അവൻ അടങ്ങിയിരിക്കില്ല. അപ്പോൾ ചോദിച്ചു, ഇനി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? സാത്യകി ഒന്നും അറിയേണ്ട കാര്യമില്ല. സാത്യകി നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളൂ. ഞാൻ കാലയവനന്റെ അടുക്കലേക്ക് പോവുകയാണ്. എൻ്റെ മുന്നിൽ ഒരേ ഒരു ദൗത്യം മാത്രമേ ഉള്ളൂ. 3 ദിവസത്തേക്ക് കാലയവനൻ ലാവണിക നദിയുടെ തീരത്തേക്ക് വരരുത്. അപ്പോഴേക്കും നിങ്ങൾ നദി മുറിച്ചു കടന്ന് അപ്പുറമെത്തിയേക്കും. അപ്പൊ സാത്യകി പറഞ്ഞു, പ്രഭോ കാലയവനന്റെ അടുക്കലേക്ക് പോയാൽ അവൻ അങ്ങയെ വധിക്കും. കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ ഞാനും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. മരണത്തിൽ എന്തർത്ഥം സാത്യകി? പഴകിയ വസ്ത്രം ഉപേക്ഷിച്ച് പുതിയ വസ്ത്രം സ്വീകരിക്കുന്നു. സാത്യകിയുടെ കണ്ണുകൾ നിറഞ്ഞു. പ്രഭോ എന്നാലും സാത്യകി സാരമില്ല, ഞാൻ പോവുകയാണ് സാത്യകി. അതിനു മുമ്പ് എനിക്ക് 1-2 കാര്യങ്ങൾ നിന്നോട് പറഞ്ഞേൽപ്പിക്കാനുണ്ട്. സാത്യകി പറഞ്ഞു, പറയൂ പ്രഭോ, പറയൂ, അങ്ങയ്ക്ക് എന്താണ് പറഞ്ഞേൽപ്പിക്കാനുള്ളത്? സാത്യകി, ഞാൻ നിന്നോട് പറയുന്നു, ഈ ജരാസന്ധൻ അധർമ്മത്തിൻ്റെ ആളാണ്. ജരാസന്ധൻ ഉള്ളിടത്തോളം കാലം ഒരു കാരണവശാലും ഇവിടെ ധർമ്മം പുലരില്ല. ബലരാമൻ ജ്യേഷ്ഠനോട് പറയണം, അവരിപ്പോൾ ഒരു സ്വതന്ത്ര രാജ്യമാകും. ഈ ജരാസന്ധനെ ഏതു വിധത്തിലും നശിപ്പിച്ച് നമ്മുടെ രാജ്യത്ത് ധർമ്മം പുനഃസ്ഥാപിക്കണം. 2ാമത്തെ കാര്യം, ബലരാമൻ ജ്യേഷ്ഠൻ കല്യാണം കഴിക്കണം രേവതിയെ. രേവതി ജ്യേഷ്ഠത്തിയോട് പറയണം, എൻ്റെ അമ്മയെ നല്ലതുപോലെ നോക്കണം. ദേവകി അമ്മയുടെ പ്രിയപ്പെട്ട പുത്രൻ നഷ്ടപ്പെട്ട ദുഃഖം, എൻ്റെ ദേവകി അമ്മയുടെ പ്രിയപുത്രൻ്റെ നഷ്ടം ആ രേവതി നികത്തണം. ഒരു മകളെപ്പോലെ നിന്ന് എൻ്റെ അമ്മയെ ശുശ്രൂഷിക്കണം. പിന്നെ ബലരാമൻ ജ്യേഷ്ഠനോട് പറയണം,
ബലരാമൻ ജ്യേഷ്ഠൻ എൻ്റെ പ്രാണനാണ്, ബലരാമൻ ജ്യേഷ്ഠൻ എൻ്റെ പ്രാണനാണ്. എനിക്ക് ബലരാമൻ ജ്യേഷ്ഠനോട് എന്നും സ്നേഹമാണ്, എനിക്ക് വേണ്ടി എന്നും വഴിമാറി തന്നിട്ടുള്ള ആളാണ് ബലരാമൻ ജ്യേഷ്ഠൻ. അവിടുത്തെ ചക്രവർത്തിയായി അവിടെ വാഴണം. അത്രയും പറഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, സാത്യകി, നിന്നോട് എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. നീ മിടുക്കനാണ്, നീ ധീരനാണ്. സാത്യകി, എന്നോടൊപ്പം നിഴല് പോലെ നടന്ന ഒരാളുണ്ട്, എന്നോടൊപ്പം നിഴല് പോലെ നടന്ന ഒരാളുണ്ട്. അത് മറ്റാരുമല്ല സാത്യകി, ഉദ്ധവനാണ്. ആ ഉദ്ധവൻ എനിക്ക് പകരമായിട്ട് ഇനി ഉദ്ധവന് നീയാണുള്ളത്. നിങ്ങൾ രണ്ടും ഇന്നു മുതൽ ഉറ്റ സുഹൃത്തുക്കളായിരിക്കണം. ഞാൻ ഉദ്ധവനെ കൂടെ കൂട്ടുന്നത് പോലെ സാത്യകി, നീ ഉദ്ധവനെ കൂടെ കൂട്ടണം. നിങ്ങൾ ഒരിക്കലും പിണങ്ങാൻ പാടില്ല. നീ അവനെ എന്നും ചേർത്ത് പിടിക്കണം. ഞാൻ ചേർത്ത് പിടിച്ചിട്ടുള്ളത് പോലെ വാക്ക് തരൂ സാത്യകി, വാക്ക് തരൂ സാത്യകി. സാത്യകി കൃഷ്ണന്റെ അടുത്ത് പറഞ്ഞു, കൃഷ്ണ, ഇങ്ങനൊന്നും പറയരുതേ കൃഷ്ണ, ഇങ്ങനൊന്നും പറയരുതേ കൃഷ്ണ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പ്രഭു. ഞാനും വരാം അങ്ങയുടെ കൂടെ, ഞാനും വരാം. വേണ്ട സാത്യകി, സാത്യകി എൻ്റെ കൂടെ വരേണ്ട ആവശ്യമില്ല. ഇനി സാത്യകി, എനിക്ക് അവസാനമായിട്ട് ഒരു കാര്യവും കൂടെ പറയാനുണ്ട്. അപ്പൊ ചോദിച്ചു, എന്താണ് ആ കാര്യമെന്ന് പറയുന്നത്? സാത്യകി, രുക്മിണി, അവൾ ധർമ്മത്തിന്റെ അവതാരമാണ് സാത്യകി. അവൾ ഞാനില്ലാതെ ജീവിക്കുമോ എന്ന് എനിക്കറിയില്ല. എനിക്കെന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞാൽ അവൾ തീർച്ചയായിട്ടും ജീവൻ ഒടുക്കും. നോക്കൂ, അവൾ ഒറ്റയ്ക്കാണ് ജരാസന്ധനോട് പൊരുതിയത്. അവൾ ശിശുപാലന വിവാഹം കഴിച്ചിരുന്നു എങ്കിൽ ഇവിടെ അധർമ്മം പുലർന്നേനെ. അവരെല്ലാവരും ബന്ധുബലം കൊണ്ട് നമ്മളെ ആക്രമിച്ചു കീഴടക്കിയനായിരുന്നു. അവൾ ധർമ്മത്തിന്റെ അവതാരമാണ്. സാത്യകി, നിങ്ങൾ ദ്വാരകയിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ വിദർഭയിലേക്ക് ആളിനെ വിടണം. ആ വിദർഭയിൽ നിന്ന് നിങ്ങൾ രുക്മിണിയെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരണം. കൂട്ടിക്കൊണ്ടുവന്നൊരു രാജ്ഞിയെ പോലെ ഇവിടെ താമസിപ്പിക്കണം. അതല്ല സാത്യകി, നിങ്ങൾ എത്തുന്നതിന് മുമ്പ് രുക്മിണി ആത്മാഹൂതി ചെയ്തു എങ്കിൽ. സാത്യകി കൃഷ്ണന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അവൾ ആത്മാഹൂതി ചെയ്തിട്ടുണ്ട് എങ്കിൽ അവളുടെ ചിതാഭസ്മം ഒരു കുടത്തിനകത്താക്കി കൊണ്ടുവരണം. ദ്വാരകയിലേക്ക് കൊണ്ടുവരണം. കൊണ്ടുവന്നതിന് ശേഷം ആ ദ്വാരകയിൽ അവക്കായിട്ടൊരു ക്ഷേത്രം പണിയണം. നിങ്ങൾ അവരെ ആരാധിക്കണം, രുക്മിണിയെ ആരാധിക്കണം. രുക്മിണി ധർമ്മത്തിന്റെ അവതാരമാണ്, രുക്മിണി ധർമ്മത്തിന്റെ അവതാരമാണ്. സാത്യകിക്ക് ഒന്നും മിണ്ടാൻ പറ്റിയില്ല. സാത്യകി അസ്തപ്രജ്ഞനായിട്ട് നിൽക്കുകയാണ്. അവളെ ആരാധിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുവരും. എന്നിട്ട് കൃഷ്ണൻ 2-3 ചുവട് മുന്നോട്ട് നടന്നിട്ട് തിരിച്ചു വന്ന് സാത്യകിയോട് പറഞ്ഞു, സാത്യകി, ഒന്നുകൂടി ഞാൻ പറയട്ടെ. ഞാൻ അവിടെ രാധയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക മന്ദിരം പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ മധുരയിൽ നിന്ന് ആളുകളെ വിട്ടിരുന്നു ഞങ്ങൾ കുശസ്ഥലി പുതുക്കി പണിയാൻ. സർവ്വവിധ ആഡംബരങ്ങളോടും കൂടി ഞാൻ രാധയ്ക്ക് ഒരു കെട്ടിടം പണിഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും പറയണം, അവർ രാധയെ ദ്വാരകയിലേക്ക് കൊണ്ടുവരണം. ഞാനില്ലെങ്കിൽ രാധ തകർന്നു പോകും. ദ്വാരകയിൽ കൊണ്ടുവന്ന് അവക്കായി മാത്രം ഞാൻ കെട്ടിയിട്ടിരിക്കുന്ന ആ സ്ഥലത്ത്, ആ കൊട്ടാരത്തിൽ അവളെ പാർപ്പിക്കണം സാത്യകി, അവളെ പാർപ്പിക്കണം. സാത്യകി പറഞ്ഞു, പ്രഭോ, ഞാൻ ഈ പറയുന്നതെല്ലാം ചെയ്യും പ്രഭോ, ഈ പറയുന്നതെല്ലാം ചെയ്യും. സാത്യകി, രാധയുടെ കൊട്ടാരത്തിൽ മറ്റാരും പ്രവേശിക്കാൻ പാടില്ല സാത്യകി. അതെന്റെ ആത്മാവ് പൊറുക്കില്ല. ഇല്ല, ഞങ്ങൾ അതിന് അനുവദിക്കില്ല സാത്യകി. കൃഷ്ണൻ സാത്യകയെ ആശ്ലേഷിച്ചു. സാത്യകയെ ആശ്ലേഷിച്ചിട്ട് നെറുകയിൽ ഒരു ചുംബനം കൊടുത്തു. ചുംബനം കൊടുത്തിട്ട് നടന്നു നീങ്ങി. 1-2 ചുവടുകൾ നടന്നു നീങ്ങി. സാത്യകി നോക്കി നിന്നു. കൃഷ്ണൻ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ സാത്യകി നോക്കി നിന്നു. ആ കൃഷ്ണൻ മുന്നോട്ട് നടന്നപ്പോൾ ഒരു വിളി കേട്ടു, കൃഷ്ണ. കൃഷ്ണൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. എന്ത്? വൃന്ദാവനത്തിലെ ഗോപൻ ചോദിച്ചു, എന്താ, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? കൃഷ്ണ, രാധാറാണിയുടെ ആജ്ഞപ്രകാരം
ഞങ്ങൾ കൃഷ്ണനെ പിന്തുടരുകയായിരുന്നു. കൃഷ്ണ, നമ്മുടെ കുറച്ചാൾക്കാർ അതിനു മുമ്പേ ഇവിടെ എത്തിയിട്ടുണ്ട്. കാലയവനൻ എവിടെയാണ് പാർത്തിരിക്കുന്നതെന്ന് അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ വഴി കാണിച്ചു തരാം കൃഷ്ണ. കൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ വരണ്ട, നിങ്ങൾ എനിക്ക് ദിശ പറഞ്ഞു തന്നാൽ മതി. ആ ദിശയിലേക്ക് ഞാൻ പോകാം. കാരണം നിങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കൃഷ്ണ, ഇത് രാധാറാണിയുടെ ആജ്ഞയാണ്. ഇന്ന് ബർസാനയിലെ രാജ്ഞി രാധയാണ്. രാധാറാണിയുടെ ആജ്ഞ, ഞങ്ങളുടെ രാജ്ഞിയുടെ ആജ്ഞ ഞങ്ങൾക്ക് പാലിച്ചേ പറ്റൂ കൃഷ്ണ. കൃഷ്ണൻ അവരെ അമ്പരന്ന് നോക്കുകയാണ്. അവര് ഇന്ന് കൃഷ്ണനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്നു രാധയെ അവര് രാജ്ഞിയായി തന്നെ കാണുകയാണ്. അപ്പോൾ അവര് പറഞ്ഞു, കൃഷ്ണ മുന്നോട്ട് നടക്കൂ. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഒരു കാര്യം, കാലയവനന്റെ അടുക്കൽ ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ നിങ്ങൾ പിന്തിരിഞ്ഞു പൊയ്ക്കൊള്ളണം. ഞങ്ങൾ പിന്തിരിഞ്ഞു പോകില്ല കൃഷ്ണ, ഞങ്ങൾ മാറി നിൽക്കും. കാരണം കൃഷ്ണൻ എന്ത് സംഭവിക്കുന്നു എന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് ഞങ്ങളുടെ രാജ്ഞിയായ രാധാറാണിയെ ഞങ്ങൾക്ക് അറിയിക്കണമെന്ന് പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു, ശരി, നിങ്ങൾ നടന്നുകൊള്ളൂ എന്ന് പറഞ്ഞു. അവർ മുമ്പോട്ടേക്ക് നടന്നു. കൃഷ്ണൻ അവരുടെ പിന്നാലെ ചെന്നു. ഒരു വഴി എത്തിയപ്പോൾ അവർ പറഞ്ഞു, ദേ ആ വെളിച്ചം കാണുന്നത് കണ്ടോ? ആ വെളിച്ചം കാണുന്നിടത്താണ് കാലയവനൻ. ഇവിടുന്ന് മുമ്പോട്ട് പോകുമ്പോൾ 4 മരങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നത് കണ്ടോ? അവിടെ കാലയവനന്റെ കാവൽക്കാരൻ നിപ്പുണ്ട്. സന്ദേശമുണ്ടെങ്കിൽ കൊടുക്കാം. അപ്പോൾ കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, ഞങ്ങൾ തൽക്കാലം പിന്മാറുകയാണ്. അപ്പോൾ കൃഷ്ണൻ അവരുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, രാധയോട് പറയണം, അവളോളം എന്നെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആർക്കുമില്ല. കൃഷ്ണനെ പോലും അവൾ അത്ഭുതപ്പെടുത്തുന്നു. ഒന്നുകൂടി പറയുക, അവൾ കൃഷ്ണനെ തോൽപ്പിച്ചു കളഞ്ഞു. പ്രണയം കൊണ്ട് രാധ കൃഷ്ണനെ തോൽപ്പിച്ചു കളഞ്ഞു. കൃഷ്ണൻ മുന്നോട്ടേക്ക് നടന്നു. കൃഷ്ണൻ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ ഗോപന്മാരത് നോക്കി നിന്നു. അങ്ങനെ കൃഷ്ണൻ നടന്നപ്പോൾ കാലയവനൻ എന്ന രാക്ഷസന്റെ കാവൽക്കാരൻ വന്നു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ കാലയവനെ കാണാൻ വന്നതാണ്. ഞാൻ വാസുദേവ കൃഷ്ണൻ മധുര കാലയവനന്റെ കാൽക്കൽ അടിയറ വെക്കാൻ വന്നതാണ്. നിങ്ങൾ ചെന്ന് പറയൂ, മധുരയിൽ നിന്ന് കൃഷ്ണൻ വന്നിട്ടുണ്ടെന്ന്. കൃഷ്ണൻ അവിടെ തന്നെ നിന്നു. കാലയവനന്റെ അടുക്കലേക്ക് ആ കാവൽക്കാരൻ ചെന്ന് പറഞ്ഞു, മധുരയിൽ നിന്ന് കൃഷ്ണൻ വന്നിരിക്കുന്നു അങ്ങയെ കാണാൻ. കാലയവനൻ ഞെട്ടിപ്പോയി. എന്ത്, മധുരയിൽ നിന്ന് കൃഷ്ണനോ? അവനെ തിരക്കിയല്ലേ നമ്മൾ പോകുന്നത്? അപ്പോൾ പറഞ്ഞു, അതെ, പക്ഷെ അവൻ വന്നിരിക്കുന്നു അങ്ങയെ കാണണമെന്ന്. കാലയവനൻ പറഞ്ഞു, കൂട്ടിക്കൊണ്ടുവരൂ അവനെ. അങ്ങനെ കാവൽക്കാരൻ വന്നിട്ട് പറഞ്ഞു, കാലയവന പ്രഭുവിന്റെ അടുക്കലേക്ക് നമുക്ക് പോകാം. അങ്ങനെ കൃഷ്ണൻ സധൈര്യം നടന്ന് കാലയവനന്റെ അടുക്കലേക്ക് പോയി. തൻ്റെ അടുക്കലേക്ക് ധീരതയോടെ ചുവടുകൾ വെച്ച് വരുന്ന കൃഷ്ണനെ തന്നെ നോക്കിയിരിക്കുകയാണ് കാലയവനൻ. അതേ, കാലയവനന്റെ അടുക്കലേക്ക് കൃഷ്ണൻ ചുവടുകൾ വെച്ച് വരികയാണ്. ഭയത്തിന്റെ അംശം പോലുമില്ലാതെ തൻ്റെ നേർക്ക് നടന്നു വരുന്ന ആ മെല്ലിച്ച ചെറുക്കനെ കാലയവനൻ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിയത്. കൃഷ്ണൻ നടന്ന് കാലയവനന്റെ മുന്നിൽ വന്നു നിന്നിട്ട് കൃഷ്ണൻ പറഞ്ഞു, ഈ കൃഷ്ണൻ അങ്ങയെ വണങ്ങുന്നു. കാലയവനൻ ചോദിച്ചു, നീയാണോ ജരാസന്ധൻ തേടി നടക്കുന്ന കൃഷ്ണൻ? കൃഷ്ണൻ പറഞ്ഞു, അതേ പ്രഭു, ഞാനാണ് ജരാസന്ധ ചക്രവർത്തി തേടി നടക്കുന്ന കൃഷ്ണൻ. നീ ഇപ്പോൾ എൻ്റെ അടുക്കലേക്ക് എന്തിനാണ് വന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ അങ്ങയോടൊരു കാര്യം പറയാനാണ് വന്നത്. മധുര അങ്ങയെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ മധുരക്കാർ അങ്ങയെ ചക്രവർത്തിയായി അംഗീകരിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് അങ്ങ് മധുരയിലേക്ക് വരണം, മധുരയെ അങ്ങ് ഏറ്റെടുക്കണം. അത്ഭുതപ്പെട്ടു പോയി കാലയവനന്റെ ഉള്ളിലൊരു സന്തോഷവും വന്നു. കാലയവനൻ പറഞ്ഞു, അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ മധുരയിലേക്ക് അങ്ങോട്ട് വരികയാണല്ലോ, പിന്നെന്തിനാണ് അതിനു മുമ്പ് നീ ഇങ്ങോട്ട് വന്നത്? അത് മഹാരാജാവേ, ജരാസന്ധ ചക്രവർത്തി വരുന്നതിന് മുമ്പ്
അങ്ങ് മധുരയുടെ ഭരണം ഏറ്റെടുക്കണമെന്ന് മധുരയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ജരാസന്ധനേക്കാൾ മധുരയിലെ ജനങ്ങൾ അങ്ങയെയാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അങ്ങ് മധുരയെ ഏറ്റെടുക്കണം. അപ്പൊ കാലയവനൻ പറഞ്ഞു, ഇതിനകത്ത് എന്തെങ്കിലും സൂത്രമുണ്ടോ? ഉണ്ടെങ്കിൽ കൊന്നുകളയും നിന്നെ ഞാൻ. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ എന്ത് സൂത്രം പറയാനാണ്? ദേ നോക്കേ, എൻ്റെ കയ്യിൽ ആയുധമില്ല, ഒന്നുമില്ല. ആകെയുള്ളത് ഞാൻ വന്ന ഈ ഒരു കുതിര മാത്രമാണുള്ളത്. അങ്ങേക്കാണെങ്കിലോ ആയിരക്കണക്കിന് പടയാളികളുമാണുള്ളത്. ഞാൻ പിന്നെ അവിടെ എന്ത് ചെയ്യാനാണ്? അപ്പൊ കാലയവനൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ജരാസന്ധൻ വരുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെ മധുരയിലെത്തും? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അതിനൊരു മാർഗമുണ്ട്. അങ്ങിപ്പോൾ ലവണിക നദിയുടെ തീരത്തൂടിയാണ് പോകാൻ പോകുന്നത്. അത് ഭയങ്കര ചുറ്റാണ്. 20 ദിവസം അധികമെടുക്കും. നമുക്ക് മറ്റൊരു കുറുക്കു വഴിയുണ്ട്, അഗ്രവനം. അഗ്രവനത്തിലൂടെ പോയാൽ പെട്ടെന്നെത്തും അവിടെ. അപ്പോൾ ചോദിച്ചു, നീ പറയുന്നത് ശരി തന്നെ? ശരിയാണ്. ആദ്യം അങ്ങ് എൻ്റെ കൂടെ വന്ന് നോക്ക്. അങ്ങനെ കാലയവനനും 5-6 സൈനിക ഉദ്യോഗസ്ഥരും കൂടി കൃഷ്ണന്റെ കൂടെ പോയി. കൃഷ്ണൻ ആ കുറുക്കു വഴിയിലൂടെ ചെന്ന് മധുരയിലെത്തുന്ന പ്രധാന വഴിയിലേക്ക് കയറി. അപ്പൊ ചോദിച്ചു, ഇനി നോക്ക്, എത്ര ദിവസം കൊണ്ട് അവിടെ എത്തും? അപ്പൊ കാലയവനന് ബോധ്യമായി സത്യമാണെന്ന്. അവര് തിരിച്ചു തന്റെ താവളത്തിലേക്ക് വന്നു. അപ്പോഴേക്ക് ദിവസം 6-7 കഴിഞ്ഞു. അപ്പൊ കൃഷ്ണൻ ഉറപ്പിച്ചു, ആ സാത്യകിയും കൂട്ടരും ലവണിക നദി കടന്നിട്ടുണ്ട് എന്ന് മാത്രവുമല്ല, അവരൊരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇനി അവര് സുരക്ഷിതരാണെന്ന് കൃഷ്ണന് മനസ്സിലായി. അപ്പോൾ നമ്മുടെ കാലയവനൻ പറഞ്ഞു, നമ്മുടെ സൈന്യം അങ്ങോട്ടേക്ക് പോകട്ടെ. കാലയവനൻ ഏറ്റവും പിന്നിലായിട്ട് നിന്നു. ഏറ്റവും മുമ്പിലായിട്ട് കൃഷ്ണനെ വളഞ്ഞ് 5-6 സൈനികരുമുണ്ട്, സർവ്വ ആയുധങ്ങളുമായിട്ട്. തൻ്റെ കൺവെട്ടത്ത് തന്നെ കൃഷ്ണനെ നിർത്തിയിരിക്കുകയാണ് കാലയവനൻ. അവരെങ്ങനെ നടന്ന് മുന്നോട്ട് പോയി കുറേ ദൂരം പിന്നിട്ടപ്പോൾ കാലയവനൻ നോക്കിയപ്പോൾ ഇവിടെ ഇതിനു മുമ്പൊരു സംഘം പാർത്തിരുന്നതിൻ്റെ അടയാളം, സംഘം കടന്നുപോയതിൻ്റെ അടയാളം. അടുപ്പ് കൂട്ടി തീ കത്തിച്ചിരിക്കുന്നു. മൃഗങ്ങൾ ചത്തുകിടക്കുന്ന മൃഗങ്ങളെ കുറുനരികൾ തിന്നതിൻ്റെ അസ്ഥികൂടം, ശവം ദഹിപ്പിച്ചതിൻ്റെ അടയാളം. അപ്പൊ ഇതുവഴി ഏതോ സംഘം നടന്നു പോയിരിക്കുന്നു. കാലയവനൻ തൻ്റെ പടയാളികളോട് പറഞ്ഞു, പരിസരം മൊത്തം അന്വേഷിക്കൂ. ആ പടയാളികൾ പോയി പരിസരത്ത് നിന്ന് 2 ഗ്രാമവാസികളെ കൊണ്ടുവന്നു. അവർ ഭയന്ന് വിറച്ചു നിൽക്കുകയാണ്. അവരോട് ചോദിച്ചു, ഇതുവഴി ഏതെങ്കിലും സംഘങ്ങൾ പോയോ? അവർ പറഞ്ഞു, തമ്പ്രാ പോയേ, ഇതുവഴി സംഘങ്ങൾ പോയി. അവരാരാണ്? ഞങ്ങൾക്കറിയില്ല പ്രഭോ. അറിയില്ലേ? ഇവന്മാരുടെ നാക്ക് പിഴുതെടുക്കൂ. അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, പക്ഷെ അവരൊരു പേര് പറയുന്നത് ഞങ്ങൾ കേട്ടു. അപ്പൊ കാലയവനൻ ചോദിച്ചു, എന്താണ് അവർ പറയുന്ന പേര്? അവര് പറഞ്ഞത് വാസുദേവ കൃഷ്ണൻ. വാസുദേവ കൃഷ്ണനോ? കാലയവനന്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി. ആരെവിടെ? ആ തടവുകാരനെ കൊണ്ടുവരൂ. അപ്പോൾ അവർ കൃഷ്ണനെ കൊണ്ടുവന്നു. കൃഷ്ണനാകട്ടെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ തൻ്റെ കുതിരയുമായി മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഈ ഗ്രാമീണരോട് ചോദിച്ചു, ഇവനെയാണോ നിങ്ങൾ കണ്ടത്? ഗ്രാമീണർ നോക്കിയപ്പോൾ അതേ കൃഷ്ണൻ. അവർ വല്ലാതെ പരിങ്ങലിലായി. അവർക്കൊന്ന് ഒരുപാട് ആഹാരം കൊടുത്ത് അവരോട് കാരുണ്യത്തോട് പെരുമാറിയ കൃഷ്ണൻ എന്തു ചെയ്യും? സത്യം പറഞ്ഞില്ലെങ്കിൽ കാലയവനൻ കൊല്ലും. കൃഷ്ണൻ ഇവരുടെ വികാരം മനസ്സിലാക്കിയിട്ട് കൃഷ്ണൻ കാലയവനോട് പറഞ്ഞു, പ്രഭോ, അവരെന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്? ഞാനിവിടെ നിൽക്കുകയല്ലേ, അങ്ങേക്ക് എന്നോട് ചോദിച്ചൂടെ? അപ്പോ കാലയവനൻ ചോദിച്ചു, എങ്കിൽ നീ പറ, ഇവര് പറയുന്നത് സത്യമാണോ? അതെ, ഞാൻ ഇതുവഴി പോയിരുന്നു. നിന്നോടുള്ള സംഘം അത് മധുരയിലെ യാദവന്മാരായിരുന്നു. അവരെല്ലാം ഇപ്പൊ എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞു. നീജ, അപ്പൊ നീ എന്നോട് പറഞ്ഞതോ മധുര എനിക്ക് തരാൻ പോകുന്നുവെന്ന്? അതെ, മധുര അങ്ങേക്ക് തരാൻ പോകുന്നു. യാതൊരു ആൾപ്പാർപ്പുമില്ലാത്ത മധുര അങ്ങ് ഏറ്റെടുത്തുകൊള്ളൂ. അപ്പോഴേക്കും കാലയവനന്റെ കണ്ണുകളിൽ തീക്കട്ടകൾ ചിതറി. കാലയവനൻ പറഞ്ഞു, നീജ,
നീജ, നിന്നെ ഞാൻ തുണ്ടം തുണ്ടമാക്കും എന്ന് പറഞ്ഞ് കാലയവനൻ വാള് വലിച്ചൂരി. അതെ അതെ, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു കൃഷ്ണൻ കാത്തിരുന്നത്. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു നാളുകളായിട്ട് കൃഷ്ണൻ കാത്തിരുന്നത്. കാലയവനൻ വാളൂരുന്ന ഒരു നിമിഷം, ആ ഒരു നിമിഷം ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യം കൃഷ്ണൻ ചെയ്തു. ഒരുത്തരും പ്രതീക്ഷിക്കാത്തൊരു കാര്യം. കാലയവനൻ പോലും സ്തബ്ധനായി പോയി. അസാധാരണമായ ഒരു കൃത്യം, അസാധാരണമായ ഒരു കൃത്യം. ആയിരക്കണക്കിന് ഭടന്മാർ വളഞ്ഞു നിൽക്കുന്ന കൃഷ്ണൻ ഒരു അസാമാന്യ കൃത്യം ചെയ്തു. ഒട്ടും ആരും പ്രതീക്ഷിക്കാത്തൊരു കൃത്യം ചെയ്തു. എന്താണ് ആ കൃത്യം? എന്താണ് ആ കൃത്യം? അടുത്ത ചൊവ്വാഴ്ച ഞാൻ വരാൻ പോവുകയാണ്. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ.